Search Shams Garages on Google, Facebook, Instagram and YouTube, and do follow for more updates. ഇത് മാരുതി SL6. ഇതിന് കംപ്ലൈൻറ്റ് വന്നിട്ട് റിയർ AC-യുടെ ബ്ലോവറിൻ്റെ നോയ്സാണ് കംപ്ലൈൻറ്റ്. ഓക്കെ, നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ കവർ ഇളക്കിയിട്ട് നമ്മൾ എക്സാക്റ്റ് കംപ്ലൈൻറ്റ് എന്താണെന്നുള്ളത് ഫൈൻഡ് ചെയ്യണം. ഇതിലിപ്പോൾ ഓൾറെഡി 2 തരത്തിലുള്ള സൗണ്ടാണ് ഉള്ളത്. ഒന്ന് ബ്ലോവർ നോയ്സും ഉണ്ട്, ആ കൂട്ടത്തിൽ വൈബ്രേഷൻ നോയ്സും ഉണ്ട്. വൈബ്രേഷൻ നോയ്സ് നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കും ആ സൗണ്ട് കുറയുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ റൂഫ് ഇളക്കിയാൽ മാത്രമേ സെൻട്രൽ AC നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ. സോ നമ്മുടെ ഈ ബ്ലോവർ ഇളക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റൂഫ് ഇളക്കിയാൽ മാത്രമേ നമുക്കിതിൻ്റെ ബ്ലോവർ ഇളക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ, സെൻട്രൽ AC-യുടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ ഈ കവർ ഇളക്കണം. കവർ ഇളക്കുന്ന രീതി അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാം. വേറെ ഒന്നുമില്ല, ഇതിലൊരു മൈനസോ കണക്ടറോ എന്തെങ്കിലും വെച്ചിട്ട് ഏതെങ്കിലും ഒരു കോർണറിൽ ഒന്ന് തിക്കി കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് വലിച്ചിളക്കാൻ പറ്റും. ഇത്രയും ലോക്സാണ് വരുന്നത്. ഈ ലോക്കുകൾ ഇളകി കഴിഞ്ഞാൽ ഈ കവർ ഇളകി വരും. ആ കൂട്ടത്തിൽ ഈ കപ്ലർ പിടിച്ചു കഴിഞ്ഞാൽ ഈ കവറ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. ഒരു കൈ കൊണ്ട് അങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. കപ്ലർ ഇളക്കിയിട്ട് കവർ മാറ്റി വയ്ക്കുക. അതുപോലെ ഹാൻഡിലുകൾ ഇളക്കണം. ഈ ഹാൻഡിൽ ഇളക്കുന്നതിനും അതുപോലെ ഉള്ളൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സ്ക്രൂ ടൈപ്പ് അല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കണക്ടർ കൊണ്ട് ഇതിനെ ഇങ്ങനെ മുകളിലേക്ക് തിക്കി കൊടുത്തു കഴിഞ്ഞാൽ സൈഡിൽ തിക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ലോക്ക് ഇതുപോലെ ഇളകി വരും. ഈ ലോക്ക് ഇളകി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഹാൻഡിൽ ഇളക്കിയെടുക്കാനാകും. വലിച്ചെടുത്തു കഴിഞ്ഞാൽ ലോക്ക് ഈസിയായി ഇളകി വരും. അങ്ങനെ 2 സൈഡിലെയും ലോക്ക് ഇളക്കിയിട്ട് ഇതിനെ വലിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇളക്കി വരും. അങ്ങനെ എല്ലാ ഹാൻഡിലും ഇളക്കും എടുക്കുക. പിന്നെ ഫ്രണ്ടിൽ വരുന്ന ഗ്ലാസ്, ലൈറ്റ്, 2 സൺ ബ്ലൈൻഡ്, ഈ ലൈറ്റ്സ്, ഈ ക്ലിപ്പുകൾ, അങ്ങനെയുള്ള എല്ലാം ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ റൂഫ് വെളിയിൽ ഇളക്കിയെടുക്കാം. ഇത്രയും സാധനങ്ങൾ ഇളക്കി കഴിയുമ്പോഴത്തേക്കും റൂഫ് ഫ്രീ ആയിട്ടുണ്ടാവും. പിന്നെ റൂഫിനെ വെളിയിലെടുക്കാവുന്നതാണ്. നോർമലി ബ്ലോവറിനകത്ത് എന്തെങ്കിലും പൊടിയോ പേപ്പറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇരിക്കുകയാണെങ്കിലാണ് സൗണ്ട് ഉണ്ടാവാൻ സാധ്യത. ഇപ്പോൾ ഇതിലെ സൗണ്ട് കേൾപ്പിച്ചു തരാം. ഒരു കിലുക്കം നോയ്സ് പോലെയാണ് കേൾക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോർമലി നമ്മളിത് ഇളക്കുന്ന സമയത്ത് ബ്ലോവർ മോട്ടറിനെ ഈ ഒരു കണ്ടീഷനിൽ വെച്ച് തന്നെ ഒന്ന് ക്ലീനാക്കി നോക്കാം. ക്ലീനാക്കി നോക്കിയിട്ട് സൗണ്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഫുള്ള് അസംബ്ലി ഇളക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തിട്ടും സൗണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ബ്ലോവർ ഫുള്ളായിട്ട് ഇളക്കിയെടുക്കണം. അതുമാത്രമല്ല, കസ്റ്റമറുടെ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് സെൻറ്ററിൽ മാത്രമേ ഫ്ലോ ഉള്ളൂ, AC-യുടെ ഫ്ലോ കിട്ടുന്നുള്ളൂ. 2 സൈഡിൽ AC-യുടെ ഫ്ലോ കിട്ടുന്നില്ല എന്നതായിരുന്നു കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ കേസ് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് 10-ൻ്റെ ബോൾട്ട് വരും. ഇവിടെ ഒന്ന് വരും, ഇവിടെ ഒരെണ്ണം വരും, ഈ സൈഡിൽ ഒരെണ്ണം വരും, അതുപോലെ
ഇതിൻ്റെ ഇടയിൽ ഒരെണ്ണം വരും. അപ്പോൾ ഈ 4 10ഉം പിന്നെ അത് ഇവിടെ ഒരു 10ൻ്റെ ബോൾട്ട് ഉണ്ടാവും, ഈ സൈഡിൽ ഒരു 10ൻ്റെ ബോൾട്ട് ഉണ്ടാവും. ഇത്ര ഇളക്കി കഴിഞ്ഞാൽ ഈ കേസ് ഫ്രീ ആവും. അതിനുശേഷം എ സി ഗ്യാസ് റിക്കവർ ചെയ്യുകയാണെങ്കിൽ റിക്കവർ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ തുറന്ന് വിട്ടിട്ട് ഈ 2 പൈപ്പ് ലൈനും കൂടെ ഇളക്കി കഴിഞ്ഞാൽ എ സി ഫ്രീ ആയിട്ട് ഇളക്കിയെടുക്കാം. ഇത് വന്നിട്ട് ഡ്രെയിനേജ് ഹോസാണ്, അത് ഫ്രീ ആയിട്ട് ഇളക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഈ ബ്ലോവർ യൂണിറ്റിൻ്റെ പുറകിൽ വരുന്ന ഭാഗത്ത് കണ്ടില്ലേ, ഇത്രയും ഡസ്റ്റാണുള്ളത്. ഇത്രയും ഡസ്റ്റ് കാരണമാണ് എയർ ഫ്ലോയും കറക്റ്റായി കിട്ടാത്തത്, നല്ല സൗണ്ട് ഉണ്ടാക്കുന്നതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഇളക്കി ക്ലീൻ ആക്കണം. അതിന് വേണ്ടിയിട്ട് ഈ കവർ ആദ്യം ഇളക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഓരോ കോർണേഴ്സിൽ സ്ക്രൂസ് ഉണ്ട്, അതെല്ലാം ഇളക്കിയെടുക്കുക. കവർ അഴിച്ചെടുക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇത് കണ്ടോ, ഇത്രയും പൊടി അടഞ്ഞിരിക്കുന്നത് കാരണം ഇതുവഴിയുള്ള എയർ ഫ്ലോ കറക്റ്റായിട്ട് കിട്ടത്തില്ല. ബ്ലോവർ ഫ്രീ ആയിട്ട് കിടക്കുമ്പോൾ സൗണ്ട് ഇല്ല. ഇതിൽ നിന്നും കൂളിംഗ് കോയിൽ സെപ്പറേറ്റ് എടുക്കാനായിട്ട് ഇതിലൊരു 3 സ്ക്രൂ വരുന്നുണ്ട്. ഇവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട്, ഇവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട്, ഇവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട്. ഇത് 3 ഇളക്കി കഴിഞ്ഞാൽ ഇത് ഇളകി വരും. ഇതുപോലെ നല്ല വൃത്തി ക്ലീൻ ആക്കി എടുക്കുക. വെള്ളം കൊണ്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തി ക്ലീൻ ആക്കാം. ഈ ബ്ലോവറിനകത്തുള്ളായിരുന്ന അഴുക്ക് വരെ നമുക്ക് വാട്ടറിൻ്റെ സ്പ്രേ ഗൺ കൊണ്ട് നല്ല വൃത്തി സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അഴുക്കെല്ലാം പോകും. അപ്പോഴത്തേക്ക് അതൊന്ന് നീറ്റ് ആൻഡ് ക്ലീൻ ആകും. നമ്മൾ ഇളക്കിയതുപോലെ തന്നെ എല്ലാം തിരിച്ച് ഫിറ്റ് ചെയ്യുക. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയിൽ ഫിറ്റ് ചെയ്യാനാവും. ഇപ്പോൾ കസ്റ്റമർ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്ന എയർ ഫ്ലോ ഇവിടെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അതുപോലെ നോയ്സും മാറിയിട്ടുണ്ട്.